ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ നമ്മുടെ സിൽവർ നെറ്റിപ്പട്ടത്തിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറച്ച് ലേറ്റായി പോയെന്നറിയാം, കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിതേ എല്ലാം ഇങ്ങനെ വരയ്ക്കുവാണ് ആദ്യം. എല്ലാം നിങ്ങൾ രണ്ട് സൈഡിൽ നിന്ന് എന്ത് ചെയ്യുക, അളവെടുത്തിട്ട് വേണം വരയ്ക്കാൻ. കാരണം സിൽവർ ആയതുകൊണ്ടൊരു പ്രശ്നമുണ്ട്. സിൽവർ ആകുമ്പോൾ എന്താണ്, നമ്മൾ അതിൻ്റെ അകത്ത് ഗോൾഡ് മിക്സ് വരുന്നത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് ആ ഒരു അതായത് കറക്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ ചന്ദ്രക്കലയൊക്കെ അത് കറക്റ്റ് പൊസിഷനല്ല ഇരിക്കുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇപ്പം ഫുൾ ഗോൾഡൻ നെറ്റിപ്പട്ടമാണെങ്കിൽ നമുക്ക് അത്ര അങ്ങോട്ട് കുറച്ച് ചെരിവോ അല്ലെങ്കിൽ കുറച്ച് സ്ഥാനമാറ്റമൊക്കെ ഉണ്ടായാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. പക്ഷേ ഈ സിൽവറിൻ്റെ അകത്ത് ഗോൾഡിൻ്റെ ആ ഒരു ഡീറ്റെയിലിംഗ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം എന്ത് ചെയ്യണം, കറക്റ്റ് അളന്ന് അടയാളപ്പെടുത്തിയിട്ട് വേണം നമുക്ക് ഒട്ടിക്കാനായിട്ട് തുടങ്ങാനായിട്ട്. ഇപ്പം നമ്മളിതേ സൈഡിൽ നമുക്ക് സൈഡ് ബോൾസ് അറിയാലോ, പൊള്ളയായിട്ടുള്ള ബോൾസ് നമ്മൾ ഫുള്ള് ഒട്ടിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ലെയറും കൂടെ വരും. കാരണം മയിൽപ്പീലി നെറ്റിപ്പട്ട അല്ലേ, അപ്പോൾ നമ്മൾ മയിൽപ്പീലിക്ക് ചെറിയ നമ്മൾ ഒട്ടിച്ച് വരുമ്പോൾ ഗ്യാപ്പ് വരുന്നത് കൊണ്ട് അതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ പുറത്തൂടെ ഒരൊറ്റ ലൈനും കൂടെ ഫില്ലിംഗ് ബോൾസ് വരുവേ. അപ്പോൾ അതേ നമ്മൾ മൂലഗണപതി വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം നമ്മൾ കറക്റ്റായിട്ട് അളന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ അളക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ അകത്തൊരു വര കാണാമല്ലോ അല്ലേ, അത് അകത്തെ വരെ നമ്മൾ ആ ഒരു ഫില്ലിംഗ് ബോൾസിൽ നിന്ന് കറക്റ്റ് എല്ലാ സൈഡിലും ഇപ്പം 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 3 സെൻറ്റിമീറ്റർ അങ്ങ് മേളിൽ നിന്ന് താഴോട്ട് നമ്മളിങ്ങനെ അളന്ന് കറക്റ്റ് വരച്ച് വയ്ക്കണം, ഫുൾ വരച്ച് വയ്ക്കണം. അതുപോലെ ഓരോ ബോൾസും വരുന്നത് തമ്മിലുള്ള അകലം, അതുപോലെ നമ്മുടെ അഷ്ടവസ്തുക്കൾ നവഗ്രഹങ്ങളൊക്കെ വരുമല്ലോ, അതെല്ലാം നേരെയാണെന്ന് നിങ്ങൾ ഉറപ്പിക്കണം കേട്ടോ. ഗോൾഡിലാകുമ്പോൾ അത്ര വലിയ പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷേ സിൽവർ ആകുമ്പോൾ അത് കുറച്ച് പ്രശ്നമാണ്. നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാണാനായിട്ട്. നിങ്ങൾക്കറിയാലോ, കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ആ പശ പറിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഭയങ്കര പാടാണ് മാറ്റാനൊക്കെ. അതുകൊണ്ട് അതിന് മുമ്പ് തന്നെ കുറച്ച് എഫേർട്ട് ഇട്ടിട്ടാണെങ്കിൽ എന്ത് ചെയ്യുക, കറക്റ്റ് എല്ലാം നല്ല സ്ഥാനത്താണോ എന്ന് നോക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക, ഒട്ടിക്കാനായിട്ട് തുടങ്ങുക. ഇപ്പോൾ അതേ ഞാൻ എല്ലാം നമ്മുടെ ഗോൾഡൻ കളറിലുള്ള എല്ലാം നമ്മൾ അകത്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാത്തിനും ആദ്യം എന്ത് ചെയ്യാണ്, സിൽവറും കൊണ്ട് ഒരു തവണ എല്ലാത്തിനും ഒരു റൗണ്ടിൽ ലെയറിങ് കൊടുക്കുവാണ്. ആദ്യം അങ്ങനെ ചെയ്യാണ്. പിന്നെ അതിന് നമ്മൾ ചുറ്റും റൗണ്ട് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. നമ്മുടെ ഗോൾഡ് തന്നെ ഉള്ളതാണെങ്കിൽ നമുക്ക് അത്ര ഒരു പ്രശ്നം ചെയ്യാനായിട്ട് വരത്തില്ല. പക്ഷേ സിൽവർ ആണെങ്കിൽ കുറച്ച് ഫുൾ സിൽവർ ആണെങ്കിലും പ്രശ്നമില്ല കേട്ടോ. നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചെയ്യുമ്പം ആ ഒരു ഗോൾഡൻ സംഭവം ഇത്ര ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് നിൽക്കും. അതുകൊണ്ട് നമ്മളത് നല്ല കറക്റ്റ് ഷേപ്പിൽ തന്നെ വേണം എല്ലാം ചെയ്യാനായിട്ട്. നമ്മൾ ഓരോന്നിനും ഇങ്ങനെ കൊടുക്കുവാണ്. ഇപ്പോൾ ചെറിയ ഗ്യാപ്പൊക്കെ വരുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 2 തരത്തിലുള്ള ഫില്ലിംഗ് ബീഡ്സ് കിട്ടുന്നുണ്ട്, അത് യൂസ് ചെയ്യണേ. ഇപ്പോൾ അതേ കറക്റ്റ് ഉണ്ടോ, നമ്മളെല്ലാത്തിനും ഒറ്റ ലെയർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുവാണേ. ഇനി അതേ ചന്ദ്രക്കലയുടെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ വലിയ റൗണ്ട് ബോൾസ് കൊടുത്തിട്ടില്ല, അത് കൊടുക്കണം. അതുപോലെ ചന്ദ്രക്കല ഫില്ല് ചെയ്യുന്നത് കുറച്ചൊരു ടാസ്ക്കാണ്, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഈ ചന്ദ്രക്കലയുടെ ഇടഭാഗമില്ലേ, ഇപ്പോൾ അതേ ഞാൻ അതിനെല്ലാം ബോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ 2 ചന്ദ്രക്കലയുടെ ഇട വരുമ്പോൾ നമുക്കിങ്ങനെ ഫുൾ, നിങ്ങൾ നോയ്സ് ഒന്ന് ക്ഷമിക്കണേ, പുറത്തെ കുറച്ച് പാടാണ് അതൊന്ന് ചെയ്ത്. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇടയ്ക്കൊരിട എന്തായാലും വരും നമ്മൾ ചന്ദ്രക്കല ചെയ്യുമ്പോഴേ. അതുപോലെ തന്നെ ഈ പ്രാവശ്യം നമുക്ക് നമ്മുടെ ത്രിമൂർത്തിയുടെ ചൂരൽപ്പൊളി സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് പിന്നെ വേറെ വരുന്നൊരു ടാസ്ക്കാണ് ഈ ചൂരൽപ്പൊളി കറക്റ്റായിട്ട് ആ ഒരു ബാക്കിയുടെ നമ്മുടെ റൗണ്ടിൻ്റെ ചൂരൽപ്പൊളി കുഴപ്പമില്ല, പക്ഷേ ത്രിമൂർത്തിയുടെ ചൂരൽപ്പൊളി വരുമ്പം അതിൻ്റെ സൈഡുകളൊക്കെ വരുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കറക്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാൻ. അപ്പോൾ അതിന് കുറേ ടൈം എടുക്കുമായിരുന്നേ. അപ്പോൾ അതേ നമ്മൾ ഇതിങ്ങനെ ഫുള്ളിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് തീരും. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കുഞ്ചലം കെട്ടാവേ. കുഞ്ചലം കെട്ടാനായിട്ട് പിന്നെ ഒരു കുഴപ്പം വന്നതെന്നു വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്യുന്നത് സിൽവർ മുത്ത് കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഫുൾ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല, കുറച്ച് കുറവ്. അപ്പോൾ നമ്മൾ അടുത്ത ഒരു സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവർ ഇതിന് വേണ്ടിയിട്ടുള്ളത് തരും. അപ്പോൾ നമുക്കത് ബാക്കിയും കൂടെ കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കുഞ്ചലം കെട്ടുവാണ്. ഇതിപ്പോൾ നമ്മൾ സിൽവർ ഗോൾഡ് മിക്സ് ആയതുകൊണ്ട് മയിൽപ്പീലി വെക്കുന്നത് കൊണ്ട് നമ്മൾ 2 കളർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, പച്ചയും അതുപോലെ തന്നെ നീലയും, 2 കളറുകൾ. ഇപ്പോൾ ഇത് കുഞ്ചലം കെട്ടാനൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ വേറെ ഞാൻ ചെയ്തിട്ടുണ്ട്, മനസ്സിലാകാത്തവരത് നോക്കിയാൽ മതി. അപ്പോൾ അതായത് കുഞ്ചലം അത്യാവശ്യം നല്ല നീളത്തിൽ വേണമല്ലോ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഓരോ നൂലും, അതായത് ഞാനിതിന് ഒരു നൂലിൻ്റെ ഒരു ഫുൾ സെറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഒറ്റ തവണ കെട്ടിയിരിക്കുന്നത്. അങ്ങനെ ഫുൾ ചെയ്തിട്ടുണ്ടേ, എന്നാലേ നമുക്കൊരു നല്ലൊരു ബൗൺസി ലുക്കിൽ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കുഞ്ചലത്തിൻ്റെ
ഫുള്ള് നമ്മൾ ബീഡ്സിൻ്റെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മയിൽപ്പീലി ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോ കാണിക്കാം, അല്ലെങ്കിൽ വീഡിയോ ലെങ്തി ആയി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ മയിൽപ്പീലി എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സി യു.